വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമ്മളിന്ന് സിക്സിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിക്സിൻ്റെ ഒരുപാട് നല്ല ഗുണങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുക്കും എന്നുള്ളത്. അതുപോലെ മറ്റൊരു ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോമിസ്. ഒരു വ്യക്തിക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ട് 100% എഫേർട്ട് ചെയ്യും. അത് ആ പ്രോമിസിനെ അതായത് വാക്ക് പാലിക്കും. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാണ്. അത് അവരുടെ ഏത് സാഹചര്യമാണെങ്കിൽ പോലും. അപ്പോൾ ഈ സാഹചര്യം പറയുമ്പോഴേ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, ഇവർ പൊതുവെ ആൾക്കാരുടെ പ്രശംസ, എല്ലാവർക്കും പ്രശംസ ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് മറ്റുള്ളവരുടെ പ്രശംസയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തിത്വമാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് കൃത്യമായിരിക്കുക എന്നുള്ളതാണ്. അത് നല്ലതോ മോശമോ പറയണമെങ്കിൽ മറ്റൊരാൾക്ക് അത് എങ്ങനെ മനസ്സിലാവുന്നു എന്ന അർത്ഥത്തിലാണ് അവർ നല്ലതോ മോശം പറയുന്നത്. അപ്പോൾ ആ വ്യക്തി എത്രമാത്രം നല്ല വ്യക്തിയാണെന്നൊന്നും നമുക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലേ? ചിലപ്പോൾ ഒരു പരിമിതമായിട്ടുള്ള അറിവേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 100% എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾക്ക് ചെയ്യാനുള്ളത് മികച്ച രീതിയിൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അഭിപ്രായം അവരുടെ നാവാണ്, അവർക്കത് എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചിട്ടോ എല്ലാവർക്കും പൂർണ്ണമായിട്ട് അറിയണമെന്ന് ഇല്ല. നിങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ചും ആ സാഹചര്യത്തിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് നോക്കാണ്ട് നിങ്ങളോട് പറയുന്ന ഒരു അഭിപ്രായത്തിനെ അതായത് ഈ 6 എന്ന പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും അവർക്ക് വളരെ അത് നല്ലതാണെങ്കിൽ അത് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ മോശമാണെങ്കിൽ അവരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അതായത് ഒരാളോട് അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്ത്, ഞാൻ പറഞ്ഞു ഒരു കാര്യത്തിനോടൊക്കെ ആത്മാർത്ഥത കൂടുതലുള്ള വ്യക്തിത്വമാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യക്തി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഇത് ഇവരുടെ ജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏത് സാഹചര്യത്തിലാണ് ചെയ്തതെന്നും ഒരിക്കലും മറ്റൊരാൾക്ക് അറിയണം എന്നില്ല, അല്ലെങ്കിൽ അവർക്കതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാകണം എന്നുമില്ല. ചിലപ്പോൾ അവർ പറയുന്ന സാഹചര്യം, അവർ ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ദുഃഖത്തിലായിരിക്കാം, അവരുടെ ഇമോഷൻ ലെവലും നമുക്ക് അറിയില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു അഭിപ്രായത്തിൽ നമ്മൾ 100% നമ്മൾ ആകരുത്. നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മികച്ച കാര്യം നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ ചെയ്യുന്നതെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടൂ. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കിടന്ന് ഇങ്ങനെ മുഖസ്തുതിയിലും ഇതിലും കിടന്ന് ജീവിക്കരുത് എന്ന് ചുരുക്കം. പല ആൾക്കാരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എങ്കിൽ അങ്ങനെയല്ല വേണ്ടത് എന്ന് ചുരുക്കം. അതുപോലെ ഈ 6ൻ്റെ ഒരു എനർജി നല്ല കേൾവിക്കാരാകുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇക്കാലത്ത്. കേൾവിക്കാരാകുക, അല്ലേ? ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഇവിടെ കേൾവിക്കാരില്ലാത്തതാണ് പലർക്കും പ്രശ്നം. പലവരുടെ സങ്കടം പറയാനും അല്ലെങ്കിൽ അവരുടെ പരാതി പറയാനും അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കേൾവിക്കാർ പൊതുവെ കുറവാണ്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ. എങ്കിൽ 6 എന്ന എനർജി തീർച്ചയായിട്ടും കേൾവിക്കാരാണ്. മറ്റുള്ളവരുടെ വിഷമവും അവരുടെ എല്ലാ കാര്യം, സുഖമായാലും സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം പങ്കിടാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ 6. ഞാൻ ആദ്യമേ പറഞ്ഞു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ കേൾക്കുമ്പോൾ ശരിക്കും അവർ ഒരു നെഗറ്റീവ് എനർജി, ഒരു മോശമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ ഇവർക്കും അത് ബാധിക്കും. തീർച്ചയായിട്ടും ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ എന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കും. അതിലുപരിയായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടായാലും അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസം കേട്ട് കഴിഞ്ഞാൽ ഇവരും ആ പ്രയാസത്തിൽ, ആ വിഷമത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. എപ്പോഴും മാസ്റ്റർമാർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് ഉപരിയായി നിൽക്കാൻ പറ്റുന്നവർ മാത്രമേ മറ്റുള്ളവരുടെ പ്രശ്നം കേട്ടിട്ട് കാര്യമുള്ളൂ.
അല്ലെങ്കിൽ അവരും ആ പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞ് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇവരും ദുഃഖിക്കാനും വിഷമിക്കാനും ടെൻഷൻ അടിക്കാനുമുള്ള അവസ്ഥയുണ്ടാകും. അതുപോലെയുള്ള ഒരവസ്ഥ ഈ 6 എന്ന എനർജിയിലുള്ള വ്യക്തിത്വത്തിന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഉയർന്ന ഒരു മാനസിക നില ഉണ്ടായേ പറ്റൂ. എങ്കിൽ മാത്രമേ അല്ലേ മറ്റുള്ളവരുടെ പ്രശ്നത്തിന് നമ്മളെപ്പോഴും 0 ലെവലിലായിരിക്കണം. ഒരാൾ ദുഃഖം പറയുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ദുഃഖത്തിൽ അങ്ങ് പെട്ട് കഴിഞ്ഞാൽ അവരുടെ അതേ മാനസികാവസ്ഥയായി അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ 0 അല്ലെങ്കിൽ വളരെ സന്തോഷത്തിലോ ദുഃഖത്തിലോ അല്ല, നമ്മൾ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരാളെ സഹായിക്കാൻ വേണ്ടി പറ്റുക. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എപ്പോഴും നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എന്താണ് ആ രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ കൂടി ആ പ്രശ്നത്തിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയുന്ന ഇതാണ്, മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കുക, പ്രയാസം കേൾക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ കേൾക്കുന്നവർ ഇതുപോലെ മാനസിക ധൈര്യമുള്ളവരും അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു എനർജി കീപ്പ് ചെയ്യുന്നവരും ആയിരിക്കണം എന്ന് ചുരുക്കം. അല്ലെങ്കിൽ നമ്മൾ അതിൽ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? പറയൂ. എന്താണ്? വളാഞ്ചേരി. ഓക്കെ, വളാഞ്ചേരി. ആരാണ് വിളിക്കുന്നത്? ഗിരിജ അല്ലേ? ഗിരിജയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, ഗിരിജയുടെ ഇനീഷ്യൽ സെക്കൻഡ് നെയിം മുഴുവനായിട്ട് പേര് പറയും. അല്ല, ഗിരിജ ഇനീഷ്യൽ ഇല്ലേ നിങ്ങളുടെ പേര്? ടി കെ. ഇപ്പൊ നമ്മൾ കേരളീയരെ ഇപ്പൊ എന്തായാലും സെക്കൻഡ് നെയിം വേണമെന്നാണ് നിയമപ്രകാരമുള്ള ഒരു കാര്യം ഏത് സ്ഥലത്തും. അപ്പോൾ നമ്മൾ കേരളീയർ ഇനീഷ്യൽ എങ്കിലും ഇടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴേ ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിം വരുമ്പോഴേ അല്ലെങ്കിൽ സർ നെയിം വരുമ്പോഴേ പേര് മുഴുവനാവുള്ളൂ എപ്പോഴും. GIRIJI അല്ലേ? JA അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1974. പിന്നെ ഫെബ്രുവരി. പറയൂ, മുഴുവനായിട്ട് പറയൂ. അതാ പറയണോ? പറയാട്ടോ, പറയാം. 1974 ഫെബ്രുവരി മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. 26. ഓക്കെ, 26/2/1974. അതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. 1 മണി സമയം 1:47. ഓക്കെ, നമ്മളിത് ഇപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് സമയം ബേസും ശരിക്കും പറഞ്ഞാൽ നോക്കണം. അത് നോക്കുന്നില്ല, നമ്മൾ ബേസ് ആയിട്ടുള്ള ലെവലിലേ ഇപ്പം നോക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് പേരും കിട്ടിയല്ലോ. ഞാൻ ഇപ്പൊ പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഹലോ ഗിരിജ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 4 ആണ്. 2 ശക്തമായിട്ടുള്ള സംഖ്യകളാണ് പേഴ്സണാലിറ്റിയിലും ലൈഫ് പാത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ പേര് ഗിരിജ TK എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ ദോഷമൊന്നുമില്ല പേരിൽ. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം വളരെ ജീവിതം ഒരുപാട് എക്സ്പീരിയൻസ്, നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. എന്നിരുന്നാലും പേര് ഇതാണ്, നിങ്ങൾ ചെറുപ്പം മുതലേ, അതായത് സ്കൂളിൽ ചേർക്കുമ്പോൾ മുതലേ ഉപയോഗിക്കുന്ന പേര് ഇതാണെങ്കിൽ കുറേ കാര്യങ്ങൾ അനുകൂലമായി വരുന്ന ഒരു എനർജി കൂടി അതിലുണ്ട്. അപ്പോൾ 2 കാര്യവും പറയണം. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായെങ്കിലും അതിനെ
ഓവർകം ചെയ്ത് നമ്മുടെ ജീവിതം ഒരു നല്ല അനുകൂലമായിട്ടുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റ് ഓഫ് ബർത്തിന് ഈ പേരുണ്ടെങ്കിൽ സാധിക്കുമെന്നാണ് പറയേണ്ടത്. ഗിരിജ എന്നുള്ള പേര് പൊതുവെ നല്ലൊരു പേരാണ്. ഓക്കെ, പൊതുവെ ഗിരിജ എന്നുള്ള ഇപ്പോൾ നമ്മൾ ഗിരിജ TK അങ്ങനെ വരുമ്പോഴാണ്, ഗിരിജ എന്നുള്ളത് ഓൾറെഡി നല്ല പേരാണ് അല്ലേ, പാർവതി ദേവീൻ്റെ പേരാണ്. എന്തായാലും ഗിരിജ TK എന്നുള്ളത് നമ്മൾ ന്യൂമറോളജി പ്രകാരം ഉള്ള ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. 15 ഇപ്പോൾ TK എന്നുള്ള ഒരു ലെറ്റർ കൂടി അതിൻ്റെ കൂടെ വന്നല്ലോ. അപ്പോൾ ശുക്രൻ്റെ എനർജിയിൽ വരുന്ന പേരാണ്. പേഴ്സണാലിറ്റി നമ്പർ 8 ലൈഫ് പാത്ത് നമ്പർ 4. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ശനിയുടെയും രാഹുവിൻ്റെയും ഒരു എനർജിയാണ് വരുന്നത്. അതിന് കൃത്യമായിട്ടുള്ളൊരു പേര് നിർബന്ധമായിരുന്നു. അപ്പോൾ അതുപോലെ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ഒരു 80% നല്ല പേരും ഉണ്ട്. അപ്പോൾ പൊതുവെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്നാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ പ്രത്യേകിച്ച്? വേറെ പ്രത്യേകിച്ച് പറഞ്ഞാലേ പിന്നെ മോൻ്റെത് നാള് പറഞ്ഞു, മോൻ്റെത് നോക്കാൻ പറ്റും. മോൻ്റെത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇപ്പം അമ്മയുടെ നോക്കാം പോരെ? അമ്മയുടെ കാര്യം ആദ്യം അറിയാം. ഓക്കെ, എനിക്ക് പിന്നെ അടിക്കടി ഇങ്ങനെ ഓരോ അസുഖം ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴായിട്ടാണോ അല്ല നേരത്തെ ഉള്ളതാണോ? ഇപ്പൊ കുറച്ചായിട്ട് ഒരു രണ്ട് വർഷത്തിന് കേട്ടോ. അതിന്റെ ഇടയിൽ ഇപ്പൊ മിനിഞ്ഞാന്നൊന്ന് തീപ്പൊള്ളല് വെച്ചു. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലതിൽ പോയിരുന്നത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പോകും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചില കാര്യങ്ങൾ ചില സമയത്ത് ചില അല്ലേ ദശാസന്ധികളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ രീതിയിൽ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. അല്ലാതെ ഈ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേരും വെച്ച് പോവുകയാണെങ്കിൽ ജീവിതത്തിന് തീർച്ചയായിട്ടും മുകളിലേക്കുള്ള ഒരു ഗ്രാഫ് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതാണ് നമ്മൾ ഈ ന്യൂമറോളജി പ്രകാരം ഈ പേരിൻ്റെ വിസ്മയം എന്ന് പറയുന്നത് തന്നെ നമ്മൾക്കത് പേര് അനുകൂലമാണെങ്കിൽ ജീവിതത്തിൽ, അല്ലെങ്കിൽ പേര് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ഉയർച്ച ഉണ്ടെങ്കിലും വീണ്ടും അത് താഴോട്ട് തന്നെ വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പേരിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുകൂലമായിട്ട് നമുക്ക് കയറാം. ഇപ്പോഴുള്ള നിങ്ങൾക്കുള്ള ഈ അസുഖം അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാലത്തും ചെറിയ ചെറിയ ഉയർച്ച താഴ്ചകൾ എല്ലാവരും വരുമെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു അനുകൂലമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ അത് ഇപ്പോഴുള്ള സമയം നോക്കണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഈ വർഷം എങ്ങനെയാണ് നിങ്ങൾക്ക് അനുകൂലമാണോ ഇല്ലയോ എന്നുള്ളത് കൂടി ഞാൻ പറയാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും കേട്ടോ. അതാണ് ഇതിൽ പറയാനുള്ളത്. ന്യൂമറോളജി പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും പിന്നെ അത്ര നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വർഷമല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടും അങ്ങനെ എന്താ പറയുക വലിയ തകർച്ച അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്കെന്താ പറയുക ചില സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പുറകുന്നാണ് കാറ്റടിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അല്ലേ ഈ പായ കപ്പലൊക്കെ കടലിലൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് അനുകൂലമായിട്ടാണ് കാറ്റടിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് പോകും. അല്ലാതെയും നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും നമ്മൾ ലക്ഷ്യത്തിലേക്ക്. അപ്പോൾ കുറച്ച് നമ്മൾ തടസ്സപ്പെടും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം അടുത്ത ഒരു വർഷം മാറുമ്പോഴേക്കും എല്ലാം അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് മാത്രം ചിന്തിക്കുക. പക്ഷേ ഈ കഴിഞ്ഞ വർഷം കർമ്മത്തിൽ എന്താണോ കൃത്യമായിട്ട് ചെയ്യുന്നത് അതിനുള്ള വിജയം ഉണ്ടാകും. കാരണം കഴിഞ്ഞ ആ വർഷം ഒരു സാറ്റേൺ എനർജിയാണ്. അത് നിങ്ങൾക്ക് കാർമികമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഈ വർഷം കുറച്ച് എന്താ പറയുക പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ ഓവർകം ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അനുകൂലമായിട്ടുള്ള കാര്യം അടുത്ത വർഷം മുതൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കൂ. മോന്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഏത് ഇത് എല്ലാ ബുധനാഴ്ചയാണ്. ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. നമ്മളെ പ്രൊഡ്യൂസർ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ ഈ സമയത്ത് വിളിച്ചാൽ മതി അടുത്ത ബുധനാഴ്ച. ഓക്കെ ശരി. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഗിരിജ, അറിയാൻ കഴിഞ്ഞതിന് സന്തോഷമായി. ഓക്കെ എന്തായാലും സന്തോഷം. അപ്പോൾ ഗിരിജ TK. അപ്പോൾ അതാണ് ഓരോരോ വ്യക്തിക്കും. അപ്പോൾ ആ ഗിരിജ എന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്താണ്. ശക്തമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉയർച്ചയ്ക്കും ശക്തി കൂടും, താഴ്ചയ്ക്കും ശക്തിയാവും.
അത് ജീവിതം അത് പേരാണ് തീരുമാനിക്കേണ്ടത്. ഇത് മുകളിലേക്ക് ശക്തമായിട്ട് പോകണോ അല്ല താഴേക്കാണോ ശക്തമായിട്ട് പോകേണ്ടത്? എന്തായാലും പോകുന്നതിൽ കുറച്ച് ശക്തി കൂടുതലാണ്. അതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത. അപ്പോൾ അവർക്ക് അറിഞ്ഞോ അറിയാതെ എനിക്ക് തോന്നുന്നില്ല അവർ അറിഞ്ഞിട്ട് ന്യൂമറോളജി പ്രകാരം അറിഞ്ഞിട്ട് പേരൊന്നിട്ടതായിരിക്കില്ല. പക്ഷേ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാണ്. ഏകദേശം 80% അല്ല ഇതിൽ കാണുന്ന ഒരു 90%ഓളം സപ്പോർട്ടീവായിട്ടുള്ള പേരാണ്. അപ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റും. അവരോട് പറയാൻ വിട്ടൊരു കാര്യം എന്താ വെച്ചാൽ അവർ തീർച്ചയായിട്ടും ഭയങ്കര ദൈവികപരമായിട്ടും ഭയങ്കര വിശ്വാസമായിട്ടൊക്കെ പോകുന്ന എനർജി കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടായി. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 6ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. 6ൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ അതിൽ മെയിനായിട്ട് പറഞ്ഞതാണ് എന്താ പറയുക, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ടിട്ട് അവസാനം വിഷമം സ്വന്തം ഏറ്റെടുത്തിട്ട് നടക്കരുത് എന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ഒരു വ്യക്തിത്വം 6 എന്ന ഒരു വ്യക്തിത്വത്തിൽ ഇഷ്ടംപോലെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. നമുക്ക് കുറച്ച് പേഴ്സണാലിറ്റീസിനൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആ എനർജീനെ കുറിച്ചിട്ട് നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. അതെ, ഞാൻ പറഞ്ഞു 6 എന്നത് കലാപരമായിട്ടും കുറേ കഴിവുള്ള എനർജിയാണ്. അപ്പോൾ അതിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് AR റഹ്മാൻ, മ്യൂസീഷ്യൻ. അദ്ദേഹത്തിൻ്റെ എനർജി ഈ 6 എന്ന എനർജിയാണ്. അതുപോലെ കപിൽ ദേവ്, അദ്ദേഹത്തിൻ്റെ എനർജിയും നമുക്ക് അല്ലേ ആദ്യം തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിത്തന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജിയും 6ആണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഫിലിം സ്റ്റാർ ശ്രീനിവാസൻ, അദ്ദേഹം 6ആണ്. അപ്പോൾ അദ്ദേഹമൊക്കെ എന്താ പറയുക, ഏത് കാര്യത്തിലേക്കും ഇതുപോലെയുള്ള എനർജി കൃത്യമായിട്ടാണ്, അല്ലെങ്കിൽ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണെങ്കിൽ അവരതിൽ കയറി വരാനുള്ള ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് 6 എന്നത്. അപ്പോൾ പൊതുവേ 6 ശുക്രൻ എന്ന് പറയുമ്പോൾ സകല ആൾക്കാരും വിചാരിക്കും ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ശുക്രൻ വളരെ നല്ലത് തന്നെ. പക്ഷേ ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ചില രാശികളിൽ പെടുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കും ശുക്രൻ. അത് നല്ലത് മാത്രമല്ല, ഇപ്പം ഈവൻ കന്നിരാശിയിലൊക്കെയാണ് ശുക്രൻ വരുന്നത് എങ്കിൽ പൊതുവേ നമുക്ക് എന്താ പറയുക, ഓപ്പോസിറ്റ് ജെൻഡറിനെ ആകർഷിക്കുന്ന ഒരു എനർജി കൂടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരുപാട് സാമ്പത്തികപരമായിട്ട് അനുകൂലമാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേസമയം ഈ കന്നിരാശിയിലാണ് വരുന്നതെങ്കിൽ അവർക്ക് ഈ സ്ത്രീകൾ കൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേൾക്കേണ്ടി വരിക സമൂഹത്തിന്. അപ്പോൾ സ്ത്രീകളുടെ കാരണം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വളരെ ദോഷമാണല്ലേ. ഇപ്പം നമ്മുടെ സമൂഹം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അത് വളരെ അവർക്ക് ദോഷം ചെയ്യും. അതിനിപ്പോൾ സ്ത്രീയാണെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും ഇതുപോലെ. അതുപോലെ സാമ്പത്തികപരമായിട്ടും അവർക്ക് ഉയർച്ചയ്ക്ക് പകരം സാമ്പത്തികം കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ശുക്രൻ എന്നത് അത് കൃത്യമായിട്ടാണെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ വയറിനുള്ള അസുഖം, വയറ്റിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടുള്ള അസുഖം, ഇതൊക്കെ ഇതിൻ്റെ ഫലം പറയേണ്ടതാണ് ശുക്രൻ്റെ എനർജീനെ കൊണ്ട്. അപ്പോൾ ശുക്രൻ അനുകൂലമായിരിക്കണം. അനുകൂലമാണെങ്കിലേ അവന് ശുക്രനാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ശുക്രൻ എന്താ പറയുക, പാല് പോലെയാണ്. പാല് നല്ലതാണെങ്കിൽ ഒരു മഹത്തായ കാര്യമാണ്. അതേസമയം അത് കെട്ടുപോയി കഴിഞ്ഞാലോ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടും ഇടുന്ന അവസ്ഥയാണ്. അപ്പോൾ ശുക്രൻ എന്ന എനർജീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. അപ്പോൾ ശുക്രൻ ഈ 6ൻ്റെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. യാഷ് ജോഹർ, അതുപോലെ രാകേഷ് റോഷൻ, ഇപ്പോഴുള്ള ദലൈലാമ, ഇപ്പോഴുള്ള ഇതെല്ലാം 6ൽ ജനിച്ച ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഞാൻ പറയാൻ. നമ്മുടെ മരിച്ചുപോയ സുകുമാരിനൊക്കെ പറയാൻ കാരണമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഫിലിമിലൊക്കെ അഭിനയിച്ച ഒരു അഭിനേത്രിയാണ് സുകുമാരി. അവരൊക്കെ ഈ 6ൻ്റെ എനർജിയിലുള്ള വ്യക്തിത്വമാണ്. നമ്മുടെ ശ്രീശാന്ത് ഇവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമുണ്ട്. നമുക്ക് എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് 6ൻ്റെ എനർജി എന്നാൽ. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30.
ഇനി ആർക്കെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടതല്ല. പേഴ്സണലായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. 890 452 95 96. ഒന്നുകൂടി പറയാം, 890 452 95 96. അപ്പോൾ അടുത്ത ഒരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.